തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലും പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയതായ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? സംഭവം ശരിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീതി പരക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് എന്തായാലും വ്യക്തമാണ്. ഈ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ തന്ത്രപ്രധാന തസ്തികകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് ഇപ്പോൾ അപ്രധാന തസ്തികകളിലേക്ക് മടങ്ങാനാണ് ശ്രമിക്കുന്നത്. ഇവരിൽ മിക്കവരും കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രധാന പദവികളിൽ ഇരിക്കുന്നവരാണ്. വരുന്ന ജൂൺ 30-ന് ചീഫ് സെക്രട്ടറി ജയതിലക് വിരമിക്കുമെന്നതിനാൽ മെയ് മാസത്തിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഒരു മാസത്തിന്റെ കാലയളവ് ബാക്കി നിൽക്കെ ജയതിലകിനെ മാറ്റാൻ സാധ്യതയില്ലെന്ന് തന്നെ വേണം കരുതാൻ. ഈ സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടതും 2026 ജൂണിൽ തന്നെയാണ്. പോലീസ് ചീഫിന് 1 വർഷം കൂടി നീട്ടി നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആയതിനാൽ ഭരണം മാറിയാൽ എന്ത് സംഭവിക്കുമെന്നത് പറയാൻ പറ്റില്ല. UDF സർക്കാരാണ് വരുന്നതെങ്കിൽ ഇടതുപക്ഷം നിയമിച്ച പോലീസ് മേധാവിക്ക് സർവീസ് നീട്ടി നൽകാൻ അവർ തയ്യാറാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭരണമാറ്റം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യത? സ്വാഭാവികമായിട്ടും ഈ IAS IPS തലത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകും. ഇടതുപക്ഷ സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഭരണമാറ്റം സംഭവിച്ചാൽ തന്ത്രപ്രധാന തസ്തികകളിൽ എത്തുമെന്നത് ഉറപ്പാണ്. സെക്രട്ടേറിയറ്റിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജില്ലാ കളക്ടർമാരും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിമാരും ഉൾപ്പെടെ മാറ്റപ്പെടും. പോലീസിലുണ്ടാകുന്നത് എന്തായാലും അടിമുടി മാറ്റങ്ങൾ തന്നെയായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയിൽ നിന്ന് CIമാരെ മാറ്റി പകരം SA തസ്തികയിലേക്ക് മാറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന ഒരു ഘട്ടത്തിൽ നൽകിയ ശുപാർശ പ്രകാരമാണ് 1ാം പിണറായി സർക്കാർ പോലീസ് സ്റ്റേഷൻ SHOമാരുടെ ചുമതല SA തസ്തികയിൽ നിന്ന് മാറ്റി CI തസ്തികയിലേക്ക് ആക്കിയിരുന്നത്. ഈ മാറ്റമാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്നൊരു വിമർശനം അന്ന് തന്നെ സേനക്കകത്ത് നിന്ന് തന്നെ ഉയർന്നിട്ടുള്ളതുമാണ്. ഈ ഭരണമാറ്റത്തോടെ പോലീസും അടിമുടി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനിയും ഇടതുപക്ഷം തന്നെയാണ് 3ാമതും ഭരണത്തിൽ തുടരുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയാണ് ജനങ്ങളുടെ തീരുമാനമെങ്കിലും പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയായി വരാനുള്ള സാധ്യത 1% പോലും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ശശിയുടെ താല്പര്യപ്രകാരം നിയമിച്ച ഉദ്യോഗസ്ഥരും തെറിക്കപ്പെടും.